വന്ന് കയറിയ വൈൽഡ് കാർഡുകൾക്ക് ചെറിയൊരു 7ൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. വന്ന 5 വൈൽഡ് കാർഡുകളിലെ ഏറ്റവും നന്നായിട്ട് മലയാളം വായിക്കാൻ അറിയാവുന്നത് ആരാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ 2-3 പേര് കൈപൊക്കുന്നു. അതിൽ ആദ്യം കൈപൊക്കിയത് പ്രവീണാണ്. അപ്പോൾ പ്രവീണോട് കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറയുന്നു. അങ്ങനെ കൺഫെഷൻ റൂമിൽ ചെന്ന പ്രവീണെ കാത്തിരിക്കുന്നത് ഒരു ടാസ്ക്കാണ്. ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ടാസ്ക് ലെറ്റർ അവിടെ കൊണ്ട് എല്ലാവരോടുമായിട്ട് വായിച്ച് കേൾപ്പിക്കുക എന്ന്. അപ്പോൾ അവർക്കുള്ള ടാസ്ക് ഇതാണ്. നിങ്ങൾ ഓൾറെഡി പുറത്തുനിന്ന് മത്സരം കണ്ടിട്ട് വന്നതാണല്ലോ, അതായത് ബിഗ് ബോസ് ഷോ ഓൾറെഡി കുറേ എപ്പിസോഡും ലൈവും കണ്ടിട്ട് വന്നവരാണല്ലോ. അപ്പോൾ അവരിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന ഒരാളെയും അതുപോലെ തന്നെ അതേ ഗ്രൂപ്പിലുള്ള ഒരാൾ പക്ഷേ ഗ്രൂപ്പിലില്ലാത്തതായിട്ട് നടിക്കുന്ന ഒരാളെയും മൂന്നാമതായിട്ട് ആ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരാൾ, ആ വീട്ടിൽ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരാളെയും തിരഞ്ഞെടുക്കാൻ പറയുന്നു. അങ്ങനെ 3 പേരുടെ പേര് ഇവർ ഓൾറെഡി തിരഞ്ഞെടുക്കണം. അതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. 5 പേരും കിടുവായിട്ട് ചെയ്തു. 5 പേരും ആ വീട്ടിലുള്ളവരെ എല്ലാവരെ തന്നെ നാണം കെടുത്തി എന്ന് വേണം പറയാം. മറ്റേ ഗ്രൂപ്പ് ഫോം ചെയ്തതിൽ അക്ബറിൻ്റെ പേര് പറയുന്നുണ്ട്, ഷാനവാസിൻ്റെ പേര് പറയുന്നുണ്ട്, അനുമോളുടെ പേര് പറയുന്നുണ്ട്, അവിടെ ഗ്രൂപ്പുകളുടെ എല്ലാവരുടെയും തന്നെ പേര് പറയുന്നുണ്ട്. എന്തായാലും ഇവർ വന്നത് വെറുതെ ആയിരിക്കില്ല, ഇനി കണ്ടൻറ്റിൻ്റെ ബഹളമായിരിക്കും. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വന്ന വൈൽഡ് കാർഡിൽ 5 പേരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.